മഞ്ജുവാരുടെ പോലെയും വിനീതിൻ്റെ പോലെയും പിള്ളേർക്കൊരു അവസരം കിട്ടണം, അവരുടെ ടാലൻറ്റ് പുറത്തെടുക്കാനുള്ള കിട്ടണതാണ്. നമ്മൾ വിചാരിച്ച മഞ്ജു ഇത്ര വലിയ നടിയാവും നമ്മൾ വിചാരിച്ച സ്വപ്നമാണ്. അപ്പോൾ ഇതേപോലെ കലോത്സവത്തിന് വന്നിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തായാലും പിള്ളേർക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ വെച്ച് നടക്കുമ്പോൾ തൃശ്ശൂരത്തെ പ്രധാന ഗഡിയെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യം വിജയൻ, കലോത്സവം ഇതാ ശക്തന്റെ മണ്ണിൽ നടക്കുകയാണ്. ശക്തിയോടെ തന്നെയാണോ എല്ലാം ഉള്ളത്? അതെ, കാരണം ഇപ്പോൾ 8-9 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീണ്ടും വരുന്നത് തൃശ്ശൂർ. അതിനുള്ള വേദികളുണ്ട് ഇഷ്ടംമാതിരി. കാരണം നമ്മുടെ റീജിയൻ തിയേറ്ററിലായാലും സാഹിത്യ അക്കാദമി ആയാലും വേദികൾ ഇഷ്ടംമാതിരിയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു കാര്യം തന്നെയാണ് തൃശ്ശൂർ ഒരു ഉത്സവം പൂരത്തിൻ്റെ പോലെ തന്നെ കൊണ്ടാടുന്നത്. പിന്നെ ഇപ്പം മഞ്ജുവാരുടെ പോലെയും വിനീതിൻ്റെ പോലെയും പിള്ളേർക്കൊരു അവസരം കിട്ടണം, അവരുടെ ടാലൻറ്റ് പുറത്തെടുക്കാനുള്ള കിട്ടണതാണ്. നമ്മൾ വിചാരിച്ച മഞ്ജു ഇത്ര വലിയ നടിയാവും നമ്മൾ വിചാരിച്ച സ്വപ്നമാണ്. അപ്പോൾ ഇതേപോലെ കലോത്സവത്തിന് വന്നിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തായാലും പിള്ളേർക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. അവരുടെ അഭിനയങ്ങളായാലും ഏത് ഇവൻ്റ് ആയാലും. ഇപ്പോൾ മണിബായി എന്ന് പറഞ്ഞ കലാഭവൻ മണി എന്ന് പറഞ്ഞാൽ ആദ്യം കലാഭവനിലല്ല പോയത്, ഇങ്ങനെ സ്കൂളിലെ ഇങ്ങനത്തെ യുവജനോത്സവം ഇതിനൊക്കെ പോയിട്ടാണ് വന്നിട്ടുള്ളത് മിമിക്രി കാണിച്ചത്. അപ്പോൾ മിമിക്രി വേദികളായാലും ഈ നാടകത്തിലായാലും ഡാൻസ് ആയാലും അല്ലാതും അവരവരെ കരുത്ത് തെളിയിക്കാൻ പറ്റിയൊരു സമയമാണിത്. ഒരുപാട് കലാകാരന്മാരെ ഈ തൃശ്ശൂരിൽ തന്നെയുള്ളവരെ ഈ കലോത്സവ വേദികൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കലാകാരനാണ്, എങ്ങനെ നോക്കി കാണുന്നു? ഇല്ല, വലിയൊരു ഭാഗ്യമല്ലേ ഇങ്ങനത്തെ വലിയൊരു പരിപാടി തൃശ്ശൂർ നടക്കുക, അവിടെ ചെന്ന് നിൽക്കാൻ പറ്റുക. പിന്നെ എൻ്റെ പെണ്ണും ഡാൻസുകാരിയാണ്, ഇങ്ങനെ കലോത്സവത്തിന് കുറേ പോയിട്ടുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു കുറച്ച് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം തൃശ്ശൂരാണ് കപ്പുയർത്തിയത്. ചെറിയൊരു മാർജിനിലാണ് പാലക്കാടിനെ കടത്തിവെട്ടി തൃശ്ശൂർ കപ്പുയർത്തിയത്. ഇപ്രാവശ്യവും തൃശ്ശൂർ തന്നെ ജയിക്കുന്നതാണോ? ഇല്ല, നല്ല പ്രകടനം ആര് കഴിച്ചു. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലായാലും നമ്മൾ അവരെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും കപ്പെടുക്കാൻ വേണ്ടി വരണല്ലേ. എല്ലാവരും നല്ല പ്രകടനം കഴിച്ചിട്ട് ആരൊക്കെ നല്ല മാർക്ക് കിട്ടണം അവർക്ക് കപ്പ് കിട്ടണ്ടേ. തൃശ്ശൂരിന് കിട്ടിയാൽ അടിപൊളി. എങ്ങനെയുണ്ട് മൊത്തത്തിൽ തൃശ്ശൂരിന്റെ ഒരു വൈബ്? തൃശ്ശൂർ വേറൊരു വൈബല്ലേ. ഇപ്പോൾ പൂരായാലും ശരി, നമ്മുടെ ഓണം നമ്മുടെ അവിടെ എല്ലാവർക്കും ഓണം 2 ഓണം കഴിഞ്ഞാൽ കഴിയും. നമ്മുടെ അവിടെ 4 ഓണമാണ് മെയിനായിട്ട് പുലിക്കളി ഇതൊക്കെ ഉള്ളത്. അങ്ങനത്തെ ഒരു വൈബുള്ള സ്ഥലമാണ്. പിന്നെ തൃശ്ശൂർ ടൗൺ അല്ലേ, മറ്റുള്ള സിറ്റിയെ പോലെ അല്ല. എങ്ങനെ പോയാലും ഒരു റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ എവിടെ എത്തണമെങ്കിൽ അവിടെ എത്തും. അത് വേറൊരു വൈബാണ്. ഇപ്പൊ കായികമേളയാണെങ്കിലും കലാമേളയാണെങ്കിലും നമുക്ക് വിജയേട്ടനെ കാണാൻ കഴിയും. ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കാൻ ഉണ്ടാവോ? ഇല്ല, ഞാനിപ്പോൾ പൂരത്തിനായാലും ചിത്രമേളത്തിന് പോകും, പിന്നെ മടത്തിൽ വരെ കാണാൻ പോകും. പുലിക്കളി ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ വന്ന് നിൽക്കും. ഈ കലാമേള കാരണം പിന്നെ വൈഫിനെ കൊണ്ട് ഇറങ്ങണം. കാരണം അവൾക്ക് ഡാൻസ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയ കാരണം ഡാൻസിൻ്റെ വേദികളിലും കുച്ചിപ്പുടിയും ഭരതനാട്യം അതൊക്കെ ഉള്ളിടത്തേക്ക് പോയി കാണിക്കണം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു നല്ലൊരു ആശംസ നേർന്നുകൊണ്ട് നമുക്ക് അങ്ങ് അവസാനിപ്പിച്ചാലോ? പിന്നെന്താ, തൃശ്ശൂർ വന്ന് പൊളിക്കും മക്കളെ, വൈബാവട്ടെ. അതെ, തൃശ്ശൂർ വന്ന് പൊളിക്കാനാണ് വിജയൻ ചേട്ടൻ പറയുന്നത്. ക്യാമറ പേഴ്സൺ സഞ്ജു പൊറ്റമ്മലിനൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, കലോത്സവ നഗരിയിൽ നിന്നും മീഡിയ 1.